ഇതൊരു സാധാരണ മുന്നറിയിപ്പല്ല. നിങ്ങളുടെ തകർന്ന ഹൃദയത്തെയും തളർന്ന ആത്മാവിനെയും പ്രത്യാശയിലേക്ക് ഉയർത്താൻ സ്വർഗം നൽകുന്ന അടിയന്തര സന്ദേശമായി കരുതണം. ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളും മാറാരോഗങ്ങളും സാമ്പത്തിക തകർച്ചകളും കാരണം നിങ്ങൾ ഇന്ന് നിരാശയുടെ ആഴക്കടലിൽ ആയിരിക്കാം. എന്നാൽ ഓർക്കുക പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കണ്ണീരൊപ്പാനും കഷ്ടപ്പാടുകൾക്ക് ശാശ്വത പരിഹാരം നൽകാനുമായി യേശു വരും. അതിൻ്റെ നേരം അതിക്രമിച്ചിരിക്കുന്നു. ലോകം തരുന്ന താൽക്കാലിക ആശ്വാസങ്ങളിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിലാണ് നമ്മുടെ യഥാർത്ഥ വിമോചനം അടങ്ങിയിരിക്കുന്നത്. യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അധർമ്മത്തിൻ്റെ പെരുപ്പവും കാണുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. അവയൊക്കെയും അവിടുത്തെ വരവിൻ്റെ കാഹള ധ്വനികളാണ്. പ്രതിസന്ധികളെ പ്രത്യാശയോടെ നേരിടാനും ആത്മീയ ഒരുക്കത്തോടെ ആ പുണ്യ നിമിഷത്തിനായി കാത്തിരിക്കുവാനും ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിലും കുടുംബത്തിലെ അസ്വസ്ഥതകളിലും മനംനൊന്ത് നിങ്ങൾ ഇനി ഒളിച്ചിരിക്കരുത്, ഒളിച്ചോടരുത്. ഈ അന്ധകാര വശങ്ങളെല്ലാം മാറി ദൈവത്തിൻ്റെ നീതിയും സമാധാനവും ഭൂമിയിൽ പുലരുന്ന ആ സുവർണ നിമിഷം അരികിലെത്തിക്കഴിഞ്ഞു എന്നുള്ളത് തിരിച്ചറിയണം. പാപത്തിൻ്റെ കെണിയിൽ നിന്ന് മോചിതരായി വിശുദ്ധിയോടെയും ജാഗ്രതയോടെയും നമുക്ക് നമ്മുടെ തമ്പുരാനെ സ്വീകരിക്കാൻ ഒരുങ്ങാം. ഭൂമിയിലുള്ള നമ്മുടെ വേദനകൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് മത്സരങ്ങളുടെയും കണ്ണീരിൻ്റെയും ഈ ലോകത്തിലേക്ക് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർക്കായി മടങ്ങി വരും. തീർച്ച, ഒരു സംശയവും വേണ്ട. അവിടുത്തെ വരവ് നമ്മളുടെ ഹൃദയത്തിൽ ഭയമല്ല, മറിച്ച് അനന്തമായ ആനന്ദവും സമാധാനവുമാണ് നിറയ്ക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ താൽക്കാലിക ആകർഷണങ്ങളിൽ, ഡിസ്ട്രാക്ഷൻസിൽ വീണുപോകാതെ നിത്യമായ ആ സ്വർഗീയ സൗഭാഗ്യത്തിനായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ വലിയൊരു തകർച്ചയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരാൻ ഈ നിമിഷം ഈ ചിന്തകൾ എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചത് എന്ന് എന്നെ അറിയിക്കുമല്ലോ. തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്. വീണ്ടും കാണാം. കർത്താവിനെ സ്നേഹപൂർവ്വം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.